തീരദേശ ഹൈവേ തീരദേശവാസികളുടെ സഞ്ചാര സ്വാതന്ത്ര്യം താറുമാറാക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട. കിഫ്ബി തയ്യാറാക്കിയ തീരദേശ ഹൈവേയുടെ സ്കെച്ച് കണ്ടാൽ കാര്യം വ്യക്തം. 7 മീറ്റർ വീതിയും റോഡെന്ന് പറഞ്ഞാൽ പോരാ, കാരേജ് വേ എന്ന് പ്രത്യേകം പറയണം. ഇരുവശത്തും റോഡിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുന്നതിന് 1.55 മീറ്റർ വീതിയുള്ള കാണയ്ക്ക് മുകളിൽ നടപ്പാതയും ഒരു വശത്ത് 2.5 മീറ്റർ വീതിയിൽ സൈഡ് റെയിലോട് കൂടിയ സൈക്കിൾ ട്രാക്കും ചേർന്നതാണ് നിയുക്ത തീരദേശ പാതയുടെ പ്ലാൻ. ഒരു കാര്യം ഉറപ്പായി, ദേശീയപാത 66 പോലെ തീരദേശ പാതയിലും ഇരുവശത്തും ഷോൾഡർ വെച്ച് പ്രവേശന നിയന്ത്രണമുണ്ടാകും. റോഡ് മുറിച്ചു കടക്കാൻ പ്രദേശവാസികൾ കിലോമീറ്ററുകൾ താണ്ടേണ്ടി വരുമെന്ന് ഏതാണ്ട് ഉറപ്പായി. ദേശീയപാതയിലെ പോലെ സർവീസ് റോഡ് ഇല്ലാത്തതിനാൽ റോഡിന്റെ ഇരുവശത്തും താമസിക്കുന്നവർക്ക് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള മോട്ടോർ വാഹനങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയെടുത്ത് സമാന്തര പാതകൾ നിർമ്മിക്കേണ്ടി വരും. അദാനിയുടെ കണ്ടെയ്നർ വാഹനങ്ങൾ പോലും തീരദേശ പാതയൊരുക്കുമ്പോൾ പ്രദേശവാസികളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുവാനാണ് സാധ്യത. കിഫ്ബി ഫണ്ട് ഉപയോഗിക്കുന്നതിനാൽ തീരദേശ പാതയിലൂടെയുള്ള സഞ്ചാരത്തിന് യൂസർ ഫീ എന്ന പേരിട്ട ടോൾ നൽകേണ്ടതായും വരും. ഇത്തരം ഒരു റോഡാണോ വേണ്ടതെന്ന് തീരദേശവാസികൾ ചിന്തിക്കുക. ഇതൊക്കെ പറയാനും കേൾക്കാനും വോട്ട് പെട്ടിയിൽ വീഴും വരെ മാത്രമേ സമയമുള്ളൂവെന്ന് ജനങ്ങളും ഓർത്താൽ നന്ന്.